ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ട്രഡീഷണൽ പട്ടുപാവാടയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് മെയിൻ ക്ലോത്തായിട്ട് ഇതാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങും കൊടുക്കുന്നുണ്ട്. മീറ്റർ ക്ലോത്താണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത്. പാവാടയ്ക്ക് ലെന്ത് വേണ്ടത് 32 ഇഞ്ചാണ്. നിങ്ങൾ ഏത് സൈസിനായാലും ചെയ്യുന്നതിൻ്റെ 2 ഇഞ്ച് കുറച്ച് മാത്രം പാവാടയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്താൽ മതി. ബാക്കി ക്ലോത്ത് ബെൽറ്റിന് വേണ്ടിയുള്ള ക്ലോത്തിൽ അഡ്ജസ്റ്റ് ആവും. ഇവിടെ ഞാൻ 30 ഇഞ്ചാണ് എടുക്കുന്നത്. ബോർഡറിൽ നിന്ന് മുകളിലേക്ക് വേണം മെഷർ ചെയ്ത് എടുക്കാനായിട്ട്. അങ്ങനെ 30 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് ആ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാൻഡിനുള്ള ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വീതി എടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ്. ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 28 ഇഞ്ചാണ്. ആ 28 ഇഞ്ചിൻ്റെ കൂടെ 5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. അങ്ങനെ 33 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ലൈനിങ്ങിന് ഞാനിവിടെ 28 ഇഞ്ച് നീളത്തിലാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പാവാടയ്ക്കുള്ള ഞുറിവിടാൻ വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ചെയ്യാം. 2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ മാർക്ക് ചെയ്തിടുക. ഞുറുകൾ ഒരേ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരേ വലുപ്പത്തിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒരേപോലെ 2 ഇഞ്ച് വീതിയിൽ ഞുറുകൾ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഞുറുകൾ ഇട്ടൊന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞുറുകളെല്ലാം ഇട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ആദ്യം ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ലൈനിങ്ങിന് പ്രത്യേകിച്ച് മാർക്കിംഗ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് തന്നെയാണ് ഞുറി വിട്ട് കൊടുക്കുന്നത്. അത് പുറമേ നിന്ന് കാണാത്ത പോർഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ ലൈനിങ്ങിനെല്ലാം ഞുറിവിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ മെയിൻ ക്ലോത്തും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ക്ലോത്തും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് ലൈനിങ് വെച്ചതിന് ശേഷം 2 സൈഡും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
രണ്ട് സൈഡും ലൈനിങ്ങും മെയിൻ ക്ലോത്തും ചേർത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകൾ വശവും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. മുകൾ വശവും ലൈനിങ്ങും മെയിൻ ക്ലോത്തും ജോയിൻ ചെയ്തെടുത്തു. ഇനി ബെൽറ്റിലുള്ള ക്ലോത്ത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. വിഡ്ത്ത് വൈസ് സിംഗിൾ ഫോൾഡും ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇത് സ്കേർട്ടിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്യുക. ഇതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സ്കേർട്ടിൻ്റെ ഉൾവശത്തേക്ക് ഒരു സൈഡും മുകൾ വശത്തേക്ക് അടുത്ത സൈഡും വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം സൈഡ് കൂടെ ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് റെഡിയാകും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. താങ്ക്